ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 78 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. അഗതയസ്തമധൈന മയേ സഖേ തദധിക മമ മന്മദവേദന നൃപസമക്ഷമുഭേത്യ ഹരാമ്യഹം തദയീത്താം ദൈതാമസുദേക്ഷണാം. അന്വയം അർത്ഥം. അധ അനന്തരം, തും അങ്ങേ, അയേ സഖേ സ്നേഹിതനോടെ, മമ എൻ്റെ, മന്മദവേദന കാമവേദന, തദധിക അവളുടേതിനേക്കാൾ കൂടുതലാണ്, തത് അതുകൊണ്ട്, ഐ അല്ലയോ ബ്രാഹ്മണ ദൂത, അഹം ഞാൻ, ഉപേത്യ അവളുടെ അടുക്കലെത്തിയിട്ട്, അസുദേക്ഷണാം സുന്ദരിയും ദൈത പ്രിയയുമായ, താം അവളെ, നൃപസമക്ഷം രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച്, ഹരാമി പോരുന്നുണ്ടെന്നേ അകഥ പറയുക. ഹരിവു. സാരം. അല്ലയോ സ്നേഹിതനായ ബ്രാഹ്മണ, രുക്മിണിക്കുള്ളതിനേക്കാളേറെ മന്മഥപീഡ എനിക്കുണ്ട്. അതിനാൽ ഞാനും അവളുടെ സമീപമെത്തി സുന്ദരിയും സുശീലയും എന്നിൽ അനുരക്തയും പ്രിയയുമായിരിക്കുന്ന രുക്മിണിയെ ഞാൻ രാജാക്കന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കെ തന്നെ സ്വയംവര സദസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോരും എന്ന് ഭഗവാൻ ബ്രാഹ്മണനോട് പറഞ്ഞു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. പ്രമുദിതേന ചതേന സമം തദാ രഥഗതോ രഘുകുണ്ഠിനമേയിവാൻ ഗുരുമരൻ പുരനായകാമീ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. അന്വയം അർത്ഥം. തഥാ അപ്പോൾ, പ്രമുദിതേന വളരെ സന്തോഷിച്ചവനായ, തേനാച്ച സമം ആ ബ്രാഹ്മണനോട് കൂടി തന്നെ, രഥഗതഃ രഥത്തിൽ കയറിയവനും, ലഘു വളരെ വേഗം, കുണ്ഠിനം കുണ്ഠിന നഗരത്തെ, ഏയിവാൻ പ്രാപിച്ചവനുമായ, ഭവാൻ അവിടുന്ന്, ഗുരുമരുത്പുരനായക ഗുരുവായൂരപ്പ, മേ എൻ്റെ, നിഖിലാപദം എല്ലാ ആപത്തുകൾക്കും, തനുതാം ഇളപ്പം, വിതനുതാം വരുത്തിയാലും. ഹരിവു. സാരം. ഭഗവാൻ സ്വയംവര സദസ്സിൽ രാജാക്കന്മാരുടെ മുമ്പിൽ വച്ച് തന്നെ രുക്മിണിയെ രക്ഷിച്ചു കൊണ്ടുപോരുമെന്നുള്ള വാർത്ത കേട്ട് അതീവ സന്തുഷ്ടനായി തീർന്ന ആ ബ്രാഹ്മണൻ ദാരുകൻ കൊണ്ടുവന്ന തേരിൽ ഭഗവാനോടൊന്നിച്ച് കയറി ആ ഒരു രാത്രി കൊണ്ട് തന്നെ തേരോടിച്ചു പോയി പ്രഭാതത്തിൽ കുണ്ഠിനഗരത്തിൽ അവർ ചെന്നു ചേർന്നു. ഹരിവും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 78-ാം ദശകം സമാപ്തം. ഹരിവും.